പൃഥ്വിരാജിനെ അറസ്റ്റ് ചെയ്യണം. പൃഥ്വിരാജിനെ അറസ്റ്റ് ചെയ്യണം ഭരതൻ SI എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാര്യം പൃഥ്വിരാജിനെ എങ്ങനെ അറസ്റ്റ് ചെയ്താൽ പൃഥ്വിരാജ് ഇപ്പോൾ ഉള്ള ഹീറോ സ്റ്റാറ്റസിൽ നിന്ന് ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിലേക്ക് പോകും. നമ്മുടെ മഞ്ജു വാര്യർ എമ്പുരാനിലെ ഏറ്റവും മികച്ച സീൻ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരെ എങ്ങനെ കൈവിലങ്ങ് എണീച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. മഞ്ജു വാര്യർ തൊഴുന്നൊരു സീനാണ്. പൃഥ്വിരാജിനെ എങ്ങനെ പറ്റുമെങ്കിൽ കൈവിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം ഞാൻ പൃഥ്വിരാജിനെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു ആരാധകനാണ്. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തെടുത്ത കാര്യങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് പൃഥ്വിരാജിന്റെ മെറിറ്റ് വളരെ അധികമാണ്. എന്തായാലും വാർത്തകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഗോകുലം ഗോപാലൻ സാറിന്റെ സ്ഥലത്തേക്ക് ED റെയ്ഡ് ചെയ്തു. അതിൽ 1.5 കോടി പിടിച്ചെടുത്തു. പൃഥ്വിരാജിന് നോട്ടീസ് കൊടുത്തു. ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളാണ്. അതോടൊപ്പം ഈ വീഡിയോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 2 ദിവസം മുമ്പ് ഞാനിപ്പം ബാംഗ്ലൂരിലാണ്. ഞാൻ എമ്പുരാൻ കാണുകയുണ്ടായി. അതിൽ സീനുകളൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. സുരേഷ് ഗോപിക്കുള്ള നന്ദി കിടപ്പുണ്ട്, ബാബു ബജ്രംഗി എന്നുള്ള കാര്യം കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഓറിയോൺ മോളിൽ പോയി കണ്ടതിന്റെ കൂടെ വീഡിയോസ് ആണ്. അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ കാണിക്കാൻ വേണ്ടി ഞാൻ ആ സിനിമയുടെ 1-2 ക്ലിപ്പിങ്ങുകൾ കൂടെ ചേർത്തിട്ടുണ്ട്. കോപ്പി റൈറ്റ് വയലേഷൻ വരാതെ 5 സെക്കൻഡ് 6 സെക്കൻഡ് ഒക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങളാണുള്ളത്. ED നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ കുറിച്ചുള്ള ഒരു കണക്കുണ്ട്. ഇത് എന്റെ കണക്കല്ല, നമ്മുടെ ഇന്ത്യ ടുഡേ അടക്കമുള്ള ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള പ്രമുഖമായ മാധ്യമങ്ങൾ മന്ത്രിയെ കോട്ട് ചെയ്ത് പറയുന്നതാണ്. 17 വർഷമായി EDയുടെ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഉണ്ട്. അത് 5422 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ 23 മാത്രമാണ് കൺവിക്ഷൻ. എന്ന് പറഞ്ഞാൽ 5422 കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ 23 ആൾക്കാർ മാത്രമേ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളൂ. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം 5297 കേസുകളിൽ 10 വർഷത്തിലാണ് 43 ട്രയൽ കംപ്ലീറ്റ് ചെയ്തത് 43 കേസുകളിൽ മാത്രമാണ് എന്ന്. അപ്പൊ പലപ്പോഴും ഈ എന്താ പറയണേ, ഇതിലെ റേറ്റ് വളരെ മോശമാണ് എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ ED ആകട്ടെ IT ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ ഇവയൊക്കെ ഒരു ഹരാസ്മെന്റിന്റെ ടൂളായി യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു സത്യമുണ്ട്. EDയില്, നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റില്, നമ്മുടെ IBയില്, പോലീസ് അല്ലെങ്കിൽ റോ, നമ്മുടെ കോടതി, മിലിറ്ററി, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഓരോ 5 വർഷത്തിനുള്ളിലും മാറുന്നൊരു കാര്യമാണ്. ഇന്ന് BJP ആയിരിക്കും, നാളെ കോൺഗ്രസ് ആയിരിക്കും, ഇന്ന് ഇവിടെ CPM ആയിരിക്കും, നാളെ BJPയോ കോൺഗ്രസോ ആപ്പോ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ആയിരിക്കും. ഈ ഗവൺമെന്റ് ഓരോ 5 വർഷത്തിന് ശേഷവും മാറും. പക്ഷെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഏജൻസീസ് ആണ്. ഈ ഏജൻസീസിനോടൊരു വിശ്വാസം ഉണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. എല്ലാ കാലത്തും ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഉദാഹരണം, ശ്രീ ചിദംബരം ഹോം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ശ്രീ അമിത്ഷായെ 100 ദിവസത്തോളം പിടിച്ച് ജയിലിലിട്ടു. പിന്നീട് അമിത്ഷാ കേസിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞു 100 ദിവസം ജയിലിലിട്ടു. അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആവുമ്പോൾ ചിദംബരത്തെ 106 ദിവസം ജയിലിലിട്ടു. ചിദംബരത്തിനെതിരെയുള്ള കേസിന് വലിയ മെറിറ്റൊന്നുമില്ല. ആ കേസ് ഏകദേശം തീരാറായും തോന്നുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 1,76,000 കോടി രൂപ നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ 2G സ്പെക്ട്രം കേസ്. 2G സ്പെക്ട്രം കേസ് പലർക്കും ഓർമ്മ കാണും. 1,76,000 കോടി നമുക്ക് നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് ഈ രാജ്യം മുഴുവൻ ഒരു പ്രക്ഷോഭത്തിന്റെ പാതയിൽ പോയി. ഒരു ആധുനിക മഹാത്മാഗാന്ധി അണ്ണാ ഹസാരെ പോലെ വരുന്നു എന്ന് പറഞ്ഞ് ഞാനടക്കം നിങ്ങളടക്കം ഒരുപാട് പേര് പോയി കാണും. 2008 അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നില്ല എന്ന് നമ്മുടെ ഡൽഹി ഹൈക്കോടതി OP സൈനി ജഡ്ജി പറഞ്ഞിട്ട് അത് കോടതി വിധി തിരിച്ചടി വരാം. പക്ഷേ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അപ്പീൽ പോലും കൊടുത്തിട്ടില്ല. അതായത് 2G കേസ് എന്ന് പറയുന്ന ഇന്ത്യയെ കൊള്ളയടിച്ചോണ്ട് പോകുന്ന കേസിൽ 1,76,000 കോടി നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അതിന് അപ്പീൽ പോലും കൊടുത്തില്ല. ഈ കഴിഞ്ഞ മാസം 7 വർഷത്തിന് ശേഷം ഒരു അപ്പീലിന്റെ സാധ്യത അവർ പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇത്രേ ഉള്ളൂ. നിങ്ങൾ BJP കാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും CPM കാരനാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഇത്രേ ഉള്ളൂ എന്നാണ്. ഒരു പരിധിക്കപ്പുറം നമ്മൾ ഒരു പാർട്ടിക്ക് വേണ്ടിയും ഇങ്ങനെ സ്വന്തം ജീവൻ കളഞ്ഞ് അവർക്ക് വേണ്ടി എന്താ പറയുക ത്യാഗങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് ഇതിന്റെ സത്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഒരു ടോപ്പ് ലെവലിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അഡ്ജസ്റ്റ്മെന്റുകളും കൂടെയാണ് എന്നുള്ള റിയാലിറ്റിയാണ്. ഇപ്പൊ കൊടകരയില് 3 കോടി 3.5 കോടിയോളം രൂപ വരികയുണ്ടായി. കേരള പോലീസ് അത് പിടിച്ചു. BJPക്ക് വേണ്ടിയുള്ള ഫണ്ടാണെന്ന് എല്ലാം വന്നു. അവസാനം ED വന്നിട്ട് എന്ത് വെച്ച് നമ്മുടെ ആലപ്പുഴയിലെ ട്രാവൻകൂർ ഹോട്ടൽ മേടിക്കാൻ പോയതാണ് എന്ന് പറയുകയുണ്ടായി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇവിടുത്തെ BJPക്കാര് അമിത്ഷാജിയെ വിളിച്ചു പറഞ്ഞാണ്. അമിത്ഷാജി 3.5 കോടി നമ്മുടെ പാർട്ടിക്ക് വന്നതാണ്, നാണക്കേടാണ്, പ്രശ്നമാവെന്ന് പറഞ്ഞാണ്. അമിത്ഷാജി നേരെ ED വിളിച്ചു പറഞ്ഞാണ്, ഇവിടെ നമ്മുടെ പിള്ളേരാണ്, നീ ഒന്നും ചെയ്യേണ്ട. എല്ലാ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഈ റിയാലിറ്റികളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ED അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെന്റ് പൃഥ്വിരാജിനെതിരെ
നമ്മുടെ ആന്റണി പെരുമ്പാവൂരിനെതിരെ ശ്രീ ഗോകുലം ഗോപാല സാറിനെതിരെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലൊരു അനൗചിത്യമുണ്ട്. സാധാരണ ജനങ്ങൾക്ക് അത് അരോചകമായി തോന്നുമെന്ന് ഇത് ഉപയോഗിക്കുന്നവരും കൂടെ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഏജൻസീസിലെ വിശ്വാസം ഉണ്ടാകേണ്ടത് അത് രാജ്യത്തിന് ആവശ്യമാണ്. ഏജൻസികൾ മിസ്യൂസ് ചെയ്യപ്പെടരുത്. കാര്യം ജനങ്ങൾക്ക് അതിലുള്ള ട്രസ്റ്റ് ഇല്ലാതാകും, വിശ്വാസം ഇല്ലാതാകും. അപ്പൊ അത്തരം കാര്യങ്ങളും കൂടി ഏജൻസിയിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കണം എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഞാൻ അടുത്തത് എമ്പുരാൻ കാണാൻ പോയ കാര്യം കൂടെ ഇടുന്നുണ്ട്. അതിൽ എമ്പുരാൻ പ്രത്യേകിച്ച് ഒന്നും കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നെ കൗതുകമാക്കുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് കണ്ടത്. ഒരുപക്ഷെ ഇവിടേക്ക് എഡിറ്റഡ് വേർഷൻ വരാനുള്ള താമസമായിരിക്കാം. എന്തായാലും നമുക്ക് ആർക്കും അതിൽ അപകടമൊന്നുമില്ല. എല്ലാവരും വിൻ വിൻ സിറ്റുവേഷനിൽ നിൽക്കട്ടെ. ED അടക്കമുള്ള ആൾക്കാർ, EDയും IT ഡിപ്പാർട്ട്മെന്റും പൃഥ്വിരാജിനെയും ഗോകുലം ഗോപാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും പേടിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ BJP RSSലെ സുഹൃത്തുക്കൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും. നേരെ തിരിച്ച് 1.5 കോടി പിടിച്ചുകൊണ്ട് EDക്ക് ഒരു വിജയം ഉണ്ടാകും. ചിലപ്പോൾ ഗോകുലം ഗോപാലൻ സാറിനോട് ഒരു ഡീൽ ഉണ്ടാക്കി കാണും. നിങ്ങൾ 100 കോടി അടക്കേണ്ടതിന് പകരം നിങ്ങൾ നമുക്കൊരു 1.5 കോടി ഇപ്പം തരിക, 30 കോടി പാർട്ടിക്ക് വേണ്ടി ഫണ്ടായി തരിക എന്ന് പറഞ്ഞൊരു ഡീൽ ഉണ്ടാക്കി കാണും. അപ്പോൾ അതിനപ്പുറമൊന്നും ഇതിന് വലിയ പ്രസക്തി ഇല്ല എന്ന് സാധാരണക്കാർ ഇരുപക്ഷത്തും നിൽക്കുന്നവർ തിരിച്ചറിയണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഞാൻ ബാംഗ്ലൂരിലെ ഓറിയോൺ മോളിലാണ്. ഇപ്പം എന്താ എമ്പുരാൻ കണ്ടിട്ട് ഇറങ്ങിയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സമയം 1:44 ഏപ്രിൽ 4. നിങ്ങൾക്ക് കേട്ടാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ അസ്രയേൽ എന്ന നമ്മുടെ എമ്പുരാൻ്റെ ഈ ലാസ്റ്റ് സോങ് ഉഷാവുതുപ്പ് പാടിയാന്ന് തോന്നുന്നു. എനിക്കിതിൽ ഏറ്റവും കൗതുകമായി തോന്നിയത് എമ്പുരാനിൽ എത്ര മിനിറ്റ് കട്ടിയിട്ടുണ്ടെന്നറിയാമോ? 1 സെക്കൻഡ് പോലും കട്ടിയിട്ടില്ല. ആദ്യം കണ്ട സിനിമ അതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. NIയുടെ ലോഗോ ഉണ്ട്, NIയുടെ റെഫറൻസ് ഉണ്ട്. ഇനി അവർ നമ്മൾ എഡിറ്റ് ചെയ്ത സാധനം ഇനി ബാംഗ്ലൂർ വരാത്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആദ്യം കണ്ട സിനിമയെന്ന് ഞാൻ ശരിക്കും സിനിമ കട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് വന്നതാണ്. 1 സെക്കൻഡ് പോലും കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് തൽക്കാലത്തെ സത്യം. എനിക്കത് വളരെ കൗതുകമായി തോന്നി. അത് പ്ലാൻ ചെയ്തതാണോ അതോ ഇനി ഇവിടെ എന്താ പറയുക പ്രിന്റ് വരിക എന്നുള്ള ഇപ്പം അങ്ങനൊന്നും ഇല്ലല്ലോ. കാര്യം ഫുള്ള് ഡിജിറ്റൽ അല്ലേ. എന്തായാലും ബജരംഗി എന്ന് പറയുന്നത് തന്നെയുണ്ട്, ബാക്കി എല്ലാ റെഫറൻസുകളും ഉണ്ട്. അപ്പോൾ എന്താ എഡിറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഒരു പ്രൂഫിന് വേണ്ടി അതിൻ്റെ കുറച്ച് വീഡിയോസും സ്നാപ്ഷോട്ട്സും ഇടാം. ബാക്കി വീഡിയോ തോടെ ഇറങ്ങിയിട്ട് ചെയ്യാം. അങ്ങനെ മേളിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം നോട്ട് 1:47 4th ഏപ്രിൽ എന്നുള്ള കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 4th ഏപ്രിൽ 1:47. അപ്പോൾ എന്തായാലും ഒന്നും കട്ടിയിട്ടില്ല എന്നുള്ളത് കൗതുകം ഉണർത്തുന്നൊരു കാര്യമാണ്. എനിക്കറിയില്ല എന്താ ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഉള്ള കാര്യങ്ങൾ ഇടുന്നുണ്ട്. രാത്രി ബാംഗ്ലൂരിലൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. എനിക്ക് രണ്ടാമത് കണ്ടപ്പോൾ ഒന്നുകൂടെ എമ്പുരാൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ 1-2 കാര്യങ്ങളൊന്ന് ടോൺ ഡൗൺ ചെയ്യാവുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഓറിയോൺ അവന്യൂ മോളിൽ നിന്ന് കണ്ടിട്ട് രാത്രി ഇറങ്ങിയേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ബാബ ബജ്രംഗ്